നമ്മുടെ ലക്ഷ്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നാണ്. ആ ലക്ഷ്യം മുന്നേറുന്നതിനായി ആദ്യം ഫസ്റ്റ് ഹെൽത്ത് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുക. ജനങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മറ്റെന്തിനേക്കാളും മുൻഗണന നൽകുന്ന ഒരു സമീപനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി ഷീ ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഈ പോളിസിയുടെ ഭാഗമായിട്ടുണ്ട്. ആദിവാസി തീരദേശ മേഖലകൾ, ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്റേഴ്സ്, തീരപ്രദേശത്ത് കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ, ഇത് രണ്ടും നമ്മൾ പ്രത്യേകമായ കൺസിഡറേഷൻ. ജെറിയാട്രിക് കെയറിന് പ്രത്യേകമായ പരിഗണന. നമ്മൾ ആരോഗ്യത്തിനുള്ള സംസ്ഥാനത്തെ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കും. മരുന്നുകൾക്കും രോഗപരിശോധനകൾക്കുമായി കൃത്യമായിട്ടുള്ള ബജറ്റ് അലോക്കേഷൻ കൊടുക്കും. പോക്കറ്റിൽ നിന്നൊരു രോഗിയുടെ ചെലവാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള നമ്പർ 1 സ്റ്റേറ്റ് കേരള. അത് 60% മുതൽ 70% വരെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കൂടുന്നത്. 1 ലക്ഷം രൂപ 70,000 രൂപ പോക്കറ്റിൽ നിന്നാവും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. ആ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് 35% നേർപകുതിയായിട്ട് ആദ്യത്തെ ഫേസിൽ കുറച്ചുകൊണ്ടുവരണം. ഫൈനൽ ഫേസിൽ അത് 20%. ഗുണനിലവാരമില്ലാത്ത ഒരു മരുന്നും കേരളത്തിൽ വിൽക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തും. എല്ലാ ജില്ലയിലും ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും ചികിത്സയ്ക്ക്. ആ ഗോൾഡൻ അവേഴ്സിൽ ചികിത്സ 24/7 എല്ലാ ജില്ലയിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും എല്ലാ ജില്ലകളിലും ഉറപ്പാക്കും. എല്ലാ പഞ്ചായത്തിലും 4 മിനിറ്റിനുള്ളിൽ അടിയന്തര ചികിത്സാ സൗകര്യമുള്ള ആംബുലൻസ് എത്തുന്ന രീതിയിലുള്ള ഒരു ആംബുലൻസ് ഡിപ്ലോയ്മെൻറ്റ്. ന്യായമായ വില മരുന്നിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് ഇൻ്റർവെൻഷനാണ് കാരുണ്യ ഫാർമസി. അതിനെ ഏറ്റവും ആധുനികമായ രീതിയിൽ സമഗ്രമായി പുനരാവിഷ്കരിക്കും. പിന്നെ പ്രായമായ ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കും മരുന്നുകൾ വീട്ടിലെത്തിക്കുന്ന ഡോർ സ്റ്റെപ്പ് ഔട്ട്റീച്ച് പദ്ധതി. വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാന്തരമായ അമ്മവാടി പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ ഇൻ്റർവെൻഷൻ. സമയബന്ധിതമായി ഇത് നടപ്പാക്കിയാൽ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തിനെ ആരോഗ്യവതിയാക്കി കേരളത്തിൽ നടത്താൻ പറ്റും.